ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നാൻ ഉണ്ടാക്കിയല്ലോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ കുറച്ച് മൈദ എടുക്കണം. മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട എടുക്കണം. മുട്ട ആഡ് ചെയ്യണം. ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി തൈര് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഇട്ടിട്ടുണ്ട്, ഇനി തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുക്കണം. തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇതിനി നമുക്ക് കുറച്ച് നേരം ഇത് വെച്ചുകൊണ്ടിരിക്കണം. അല്ലാണ്ട് അപ്പം തന്നെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. കുറച്ച് നേരം നമ്മൾ അത് കുഴച്ച് അവിടെ വെച്ചേക്കണം. ഇപ്പം തന്നെ ഉണ്ടാക്കാൻ നോക്കിയാൽ ബലമായിപ്പോവും. അപ്പം അതുകൊണ്ട് ബലം വരാതിരിക്കാനാണ് നമ്മളൊന്ന് സോഫ്റ്റ് ആവണം. നന്നായി സോഫ്റ്റ് ആയാലേ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള 2-3 മണിക്കൂർ നേരം കുഴച്ച് അവിടെ എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം തന്നെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. കുഴച്ചെടുക്കപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഒന്ന് കുഴച്ചിട്ട് ഇപ്പം തന്നെ വരാം കേട്ടോ. ഹലോ, നമുക്ക് ഇത്തിരി നെയ്യും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ നെയ്യുണ്ടല്ലോ, ഈ നെയ്യ് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള്, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കൈമേലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചാൽ പിന്നെ അതൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പം അതായിരുന്നു നമുക്ക് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാനത് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുഴച്ചെല്ലാം ശരിയാക്കി വെച്ചു. ഇനി നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അവിടെ ഇരിക്കട്ടെ, മൂടി വെച്ചേക്കാം. അവിടെ ഇരുന്ന് 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് ചൂടാട്ടോ. ഇനി പരത്തണം ഞാൻ കാണിച്ചു തരാം. 2 മണിക്കൂർ കഴിയട്ടെ. അപ്പം ഞാൻ നാൻ പരത്താൻ പോവാട്ടോ. നാൻ പരത്തി ഇതിങ്ങനെ ആക്കി എടുക്കണം. ഇങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് ഒരു ഉരുള എടുത്ത് ഇങ്ങനെ ആക്കി എടുക്കണം. എന്നിട്ട് ഇതിൽ മുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ട് പരത്തി എടുക്കാം കേട്ടോ. അതേ ഇങ്ങനെ പരത്തണം. കണ്ടോ, പരത്തണണ്ട, അങ്ങനെ പരത്തി എടുക്കണം. ഏത് ഷേപ്പിൽ വേണം നിങ്ങൾക്കെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ നിങ്ങൾക്ക് പരത്തി എടുക്കാം കേട്ടോ. കാരണം കുറച്ച് വേണമെങ്കിൽ പരത്താം, അല്ലെങ്കിൽ നീട്ടി വേണമെങ്കിൽ പരത്താം. അല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ല നീളത്തിൽ പോകണമെന്ന് വെച്ചാൽ നീളത്തിൽ പരത്തി എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ പരത്തിക്കോ. ഇങ്ങനെ പരത്തി എടുത്താൽ മതി. അപ്പം ഞാനിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ പരത്തി എടുത്തേക്കണണ്ട, നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ? ഇതുപോലെ പരത്തി ഓരോന്ന് നമുക്ക് പരത്തി എടുക്കാം. ഹലോ, ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് നാൻ ഇട്ട് കൊടുക്കാം. നാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാൻ ചൂടാവട്ടെ കേട്ടോ. നാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് നാൻ ചൂടായി കഴിയുമ്പോൾ മറിച്ചിടാം. അപ്പോൾ നമുക്കതൊന്ന് ചൂടായി വരട്ടെ. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഈ വശം വെന്തിട്ടുണ്ട്. പിന്നെ അടുത്ത വശത്തേക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, പിന്നെ ഈ വശം കൂടി ഒന്ന് വേവണം. ഒരു വശം വെന്തു, മറിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ വശം കൂടി വെന്ത് കഴിയുമ്പോൾ ആവശ്യമുള്ളവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി. ഇത്തിരി കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണം. ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ. ചിലവർക്കൊന്നും അങ്ങനെ ബട്ടർ
തേച്ച് കൊടുക്കണ അത്ര ഇഷ്ടമല്ല. അപ്പൊ ഇഷ്ടമുള്ളവര് ഇച്ചിരി ബട്ടറൊക്കെ തേച്ച് കൊടുത്താൽ നല്ലതായിരിക്കും, കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും. ചിലവർക്ക് അങ്ങനെ ഇതൊക്കെ കൊളസ്ട്രോളൊക്കെ കൂടുതലോ ഒന്ന് പേടിയുള്ളവര് പുരട്ടി കൊടുക്കണ്ട, അല്ലാത്തവര് പുരട്ടി കൊടുത്തോളൂ. ഇത്രേ ഉള്ളൂ കാര്യം. അത് പുരട്ടിയാൽ നല്ലതാണ്. ചിലവർക്ക് ഇഷ്ടമല്ല, ചിലവര് അതൊക്കെ പുരട്ടും. അപ്പൊ ഇഷ്ടമുള്ളവർ പുരട്ടി കൊടുക്കുക. ഇത്രയുള്ള പണിയുള്ളൂ. നമുക്കത് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. അടുത്ത ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. നമുക്ക് ഇഷ്ടമുള്ളവണ്ണം അവരവരുടെ ഇഷ്ടത്തിന് അത് വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. നെയ്യ് പറ്റി കൊടുക്കണം, നെയ്യ് പറ്റി കൊടുക്കണം. അത്രേ ഉള്ളൂ ചെയ്യാൻ. ഇത് ഈസിയാണ്. ഇനി ആരും ഞാൻ ഉണ്ടാക്കിയില്ല വിഷമിക്കണ്ട. ഞാൻ ഉണ്ടാക്കാനും പാടാണല്ലോ എന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഇനി ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്നെ ഇതൊക്കെ ചെയ്താലാട്ടോ എനിക്ക് സന്തോഷാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം കണ്ടോ, വീർത്തൊക്കെ വരണണ്ടോ. അപ്പൊ നന്നായിട്ട് വീർത്ത് വന്നോളും. നമ്മള് നല്ല മുട്ടയും നല്ല തൈരും എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല റെഡി ആയിട്ട് വീർത്ത് വരണണ്ടോ, നല്ല ഭംഗിയായിട്ട് വീർത്ത് വരും കേട്ടോ. അപ്പൊ എല്ലാരും മറിച്ചിട്ട് കൊടുക്കണം വീർത്ത് വരുമ്പോ. അപ്പൊ ഇനി എല്ലാരും ഇതുപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയണം. ഓക്കേ.